ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വിഷമുള്ള 10 ചെടികൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, കലോട്രോപ്പിസ്. അപ്പോസിനേസി കുടുംബത്തിലെ പൂച്ചെടികളുടെ ഒരു ജനുസാണ് കലോട്രോപ്പിസ്. ഇതിൽ സസ്യങ്ങളുടെ പാൽ പോലുള്ള സ്രവം വിഷാംശം നിറഞ്ഞ ഒരു വസ്തുവാണ്. ഇത് ചർമ്മത്തിലോ കണ്ണുകളിലോ സ്പർശിക്കുമ്പോൾ അലർജി ഉണ്ടാക്കുന്നു. നമ്പർ 9, കാസ്കബേല തെവേഷ്യ. മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലും ഉടനീളം കാണപ്പെടുന്ന ഒരു വിഷസസ്യമാണ് ഇത്. അലങ്കാര സസ്യമായി വ്യാപകമായി ഇത് കൃഷി ചെയ്യപ്പെടുന്നു. സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിരിക്കുന്നു. നമ്പർ 8, കസവ. ഈ സസ്യത്തെ കപ്പ എന്നും വിളിക്കുന്നു. ഭക്ഷ്യയോഗ്യമാണെങ്കിലും കസവ വേരുകൾ, തൊലികൾ, ഇലകൾ എന്നിവ പച്ചയായി കഴിക്കുന്നത് അപകടകരമാണ്. കാരണം അവയിൽ വിഷാംശമുള്ള സൈനോജെനിക് അടങ്ങിയിരിക്കുന്നു. നമ്പർ 7, ഡാറ്റുറ. നൈറ്റ് ഷെയ്ഡ് കുടുംബത്തിൽ ഉൾപ്പെടുന്ന 9 ഇനത്തിൽ ഉയർന്ന വിഷമുള്ള പൂച്ചെടികളുടെ ഒരു ജനുസാണ് ഈ സസ്യം. ഡാറ്റുറയുടെ എല്ലാ ഇനങ്ങളും അങ്ങേയറ്റം വിഷമുള്ളതും സൈക്കോ ആക്റ്റീവ് ആയതുമാണ്. നമ്പർ 6, ഡൈഫൻബാച്ചിയ. അലങ്കാര സസ്യമായി ഇത് വീട്ടുചെടികളായി വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ഇതിന്റെ ഇല ചവച്ചാൽ വീക്കത്തിനും അമിതമായ ഉമനീർ വരെ വരുന്ന വളരെ വിഷമുള്ള ഒരു സസ്യമാണ്. നമ്പർ 5, പ്ലുമേരിയ. പ്ലുമേരിയ റൂബ്ര പ്ലുമേരിയ ജനുസിൽപ്പെടുന്ന ഒരു ഇലപൊഴിയും സസ്യ ഇനമാണ്. ഈ സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ വിഷമുള്ള ഒന്നാണ്. നമ്പർ 4, ആൽസനോണിയ സ്കോളാരിസ്. ഫ്രാങ്കിപ്പാനി കുടുംബത്തിലെ അപ്പോസിനേസിയിലെ ഒരു നിത്യഹരിത വൃക്ഷമാണ് ഈ സസ്യം. ഇതൊരു വിഷസസ്യമാണ്. ഇതിന്റെ പുറംതൊലി ഏറ്റവും കൂടുതൽ വിഷാംശമുള്ള ഒന്നാണ്. നമ്പർ 3, കാസ്റ്റർ ബീൻ പ്ലാന്റ്. വെട്ടാത്ത പൂച്ചെടികളുടെ ഒരു ഇനമാണ് ഇത്. റിക്കിനസ് അങ്ങേയറ്റം അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. ആസ്മയ്ക്കും ഈ സസ്യം വളരെ ശക്തമായ ഒരു ട്രിഗറാണ്. കൂടാതെ അലർജികൾ സാധാരണവും കഠിനവുമാണ്. നമ്പർ 2, സെർബറ ഒഡോളം. അപ്പോസിനേസി കുടുംബത്തിലെ ഒരു വൃക്ഷ ഇനമാണ് സെർബറ ഒഡോളം. എളുപ്പത്തിൽ മറയ്ക്കാവുന്ന രുചിയും പരിമിതമായ പരിശോധനയും കാരണം നിരവധി വിഷബാധയ്ക്ക് ഇത് കാരണമാകുന്നു. നമ്പർ 1, റൊസാരിപ്പി. ഈ സസ്യം അതിന്റെ വിത്തുകൾക്ക് പേര് കേട്ടതാണ്. ഇവയിലെ മണികളിലെ ആബ്രിൻ സാന്നിധ്യം കാരണം ഇവ വിഷാംശമുള്ളവയാണ്. ഈ വിത്ത് കഴിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ വിഷമുള്ളതാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.